റേഡിയേഷൻ ഏൽക്കുന്ന ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. റേഡിയേഷൻ ഏൽക്കുന്ന ടെസ്റ്റുകൾ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സാധാരണ ജനങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു. നമസ്കാരം, ഇൻഡെപ്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോബോട്ടിക് സർജൻ ഡോക്ടർ ടി.വി. ദേവരാജാണ്. നമസ്കാരം. ഈ ലാബ് ടെസ്റ്റുകൾ നിരന്തരം നമ്മൾ ചെയ്യുന്നതാണ്. ഇത് എത്ര കാലത്തിന് ഇടയിൽ നമ്മൾ സാധാരണ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലാബ് ടെസ്റ്റുകൾ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് നടത്തണം? ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സാണല്ലേ. സാധാരണയായിട്ട് അതെ, ഈ കുറിപ്പടി പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് പോയി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പം വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ബി പി ഉണ്ടോ, അല്ല ബി പി അല്ല പ്രമേഹം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയി ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് പണ്ട് പ്രമേഹം നോക്കൽ മാത്രം, കൊളസ്ട്രോൾ നോക്കൽ മാത്രമായിരുന്നു. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ ഫുൾ ബോഡി തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ രക്തത്തിൻ്റെ അളവ് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ക്യാൻസറിൻ്റെ ചില മാർക്കേഴ്സ് പോലും സ്വന്തമായി നോക്കിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ആങ്സൈറ്റിയും ടെൻഷനും ചിലപ്പോൾ യഥാർത്ഥ ചികിത്സ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. ഇപ്പം ഞാനൊരു ലാബ് നടത്തുന്നുണ്ട്, സ്വന്തമായിട്ടൊരു ലാബ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ എന്നെ കാണിക്കാൻ വേണ്ടി വന്നു, ഞാനൊരു ടെസ്റ്റ്, അവരെനിക്ക് ടെസ്റ്റ് തന്നു. ആ ടെസ്റ്റ് ഞാൻ ചെയ്തിട്ട് ടെസ്റ്റ് നെഗറ്റീവാണെന്ന് വിചാരിക്കും. താങ്കൾ ഒരു ലാബ് നടത്തുന്നുണ്ട്, താങ്കൾ ആ രോഗി വന്ന് ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റ് പോസിറ്റീവാണ്, അതായത് അയാൾക്ക് രോഗമുണ്ട് എന്നാണ് താങ്കൾ പറയാൻ പോകുന്നത് ടെസ്റ്റ് കൊണ്ട്. ഈ വരുന്ന ആൾ ഏറ്റവും കംഫർട്ടായിരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമായി തിരിച്ചു പോകുന്നത് എവിടെ നിന്നായിരിക്കും? അല്ലെങ്കിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ലാബ് നടത്തിയിട്ട് ലാബിൻ്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് എനിക്കറിയില്ല. ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മളെ ഇന്ത്യയിൽ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് അതിൻ്റെ ഒരു രോഗി ഇത് നോക്കുന്നുണ്ടാവില്ല, ഈ ലാബ് എങ്ങനെ നടത്തുന്ന ലാബാണെന്ന്. അപ്പോൾ ഞാൻ വന്നിട്ട് എല്ലാം ചുമ്മാ ഒരു കടലാസിൽ നോർമൽ റേറ്റ് എഴുതി കൊടുത്ത്, നോർമൽ റേഞ്ചിൽ ഒരു ടെസ്റ്റിന് നോർമൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് എപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ വളരെ നോർമലായിരിക്കുന്ന മനുഷ്യനാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, നടക്കുന്നുണ്ട്. അല്ല, അതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അതാണ്. അപ്പോൾ ഡോക്ടർ എഴുതി കൊടുത്ത ഒരു കുറിപ്പടിയായിട്ട് പോകുന്ന ഒരാൾ ഇത് ടെസ്റ്റ് നോക്കുന്നത് ആരാണ്? ഡോക്ടറാണ് നോക്കുന്നത്. അപ്പോൾ രോഗിക്ക് ആ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിനിക്കൽ സിംറ്റംസും അല്ലെങ്കിൽ സൈൻസ് നമ്മൾ പറയില്ലേ, ഡോക്ടർക്ക് അത് അറിയണ്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു രോഗി അനീമിയായിട്ട്, അതായത് പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ ഞാൻ കുന്നെല്ലാം കയറുമ്പോൾ ഭയങ്കര കിതപ്പുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനൊരു കാരണം ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറവുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിതപ്പ് ഉണ്ടാകുന്ന, കാലിൽ നീരുണ്ടാകുന്നുണ്ടോ, നിങ്ങൾ പച്ച അരി വെറുതെ കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാവും, ഈ അയൺ കുറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ടെൻഡൻസി ഉണ്ടാവാം. പച്ചരി, അതായത് വേവിക്കാത്ത അരി കഴിക്കും, അരി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ഐസിൻ്റെ കഷ്ണം കഴിക്കാൻ തോന്നും, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് പിന്നെ കരച്ചിൽ വരിക. ഇതൊക്കെ അയൺ ഡെഫിഷ്യൻസിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. കുട്ടികളിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തിട്ട്. അതെ, അപ്പോൾ ആ ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹീമോഗ്ലോബിൻ നമ്മൾ നോക്കുമ്പോൾ റിപ്പോർട്ട് വന്നു നോർമൽ. അപ്പോൾ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്തായാലും ആ ടെസ്റ്റ് ഒരു സംശയാസ്പദമായ ടെസ്റ്റാണ്. അപ്പോൾ ഞാനത് സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി ചെയ്യുന്നു പറയാൻ ഞാൻ എന്തായാലും പറയും. പക്ഷേ രോഗി സ്വന്തമായിട്ടാണ് ആ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് 12-13 ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയുന്നത് ആ രോഗി രണ്ടാമത് ടെസ്റ്റ് ചെയ്യില്ല. അയാൾ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് നോർമലായിരുന്നു ഡോക്ടറെ, നിങ്ങൾ എന്തിനാണ് വീണ്ടും എഴുതി കൊടുത്തെന്ന് ചോദിക്കും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നല്ല സെന്ററുകൾ തന്നെ, കേന്ദ്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം, ഉറപ്പായും ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് അത് പിന്നെ ആ സെൻറ്ററുകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് ഞാൻ വിട്ടുകൊടുത്തിരിക്കുക, അല്ല വിട്ടുകൊടുത്തിരിക്കുക, അവർ തീരുമാനിക്കേണ്ടതാണ്. നമുക്കങ്ങനെ ഒരു ലാബ് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും നമ്മൾ ഹോട്ടലുകളിലുള്ള ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെ നമ്മൾ അസസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ലാബും ഓരോ ഹോസ്പിറ്റലും ഈവൻ ഓരോ ഡോക്ടറെയും നിങ്ങൾ അസസ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ്, അസസ് ചെയ്യണം. അല്ലാണ്ട് നമുക്കത് ഇതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല.
അതേപോലെ തന്നെ ഈ സ്കാനിങ്, ഞാൻ നേരത്തെ ഇൻഹേലർ പറഞ്ഞതുപോലെ തന്നെ സ്കാനിങ്ങിനെ കുറിച്ചും ആളുകൾക്ക് ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. ഇത് റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ ഏൽക്കും എന്നൊക്കെയുള്ള പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. അത് എത്രത്തോളം ശരിയാണ്? റേഡിയേഷൻ ഏൽക്കുന്ന ടെസ്റ്റുകൾ എക്സ്റേ, CT സ്കാൻ, പെറ്റ് സ്കാൻ, ഇതൊക്കെയാണ് റേഡിയേഷൻ ഏൽക്കുന്ന ടെസ്റ്റുകൾ. റേഡിയേഷൻ ഏൽക്കാത്ത ടെസ്റ്റുകളാണ് അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മൾ പറയില്ലേ, ഡോപ്ലർ സ്കാനിങ്, MRI, ഇതിലൊന്നും നമുക്ക് റേഡിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ CT സ്കാൻ എപ്പോഴും നമുക്ക് റേഡിയേഷൻ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഒരു അബ്ഡോമൻ വയറിൻ്റെ ഒരു CT എടുത്തു കഴിഞ്ഞാൽ 300-ലധികം എക്സ്റേ എടുത്തിട്ടുള്ള റേഡിയേഷൻ നമുക്ക് കിട്ടും ഒരു പ്രാവശ്യം. മാമോഗ്രാം ചെയ്യുമ്പോഴും ചെറിയ റേഡിയേഷൻ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ വളരെ വളരെ ചെറിയ തോതിലുള്ള റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ റേഡിയേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രോഗങ്ങളൊന്നും വരുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ഡോസൊന്നും നമുക്ക് നമ്മൾക്ക് കിട്ടില്ല. പക്ഷേ ഒരു രോഗനിർണയത്തിന് നമ്മൾ CT എടുക്കേണ്ടതൊക്കെ CT തന്നെ എടുക്കണ്ടേ? അതെ. പെറ്റ് എടുക്കേണ്ടതൊക്കെ പെറ്റ് സ്കാൻ തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ അത് ഒരു റൂട്ടീനായിട്ട് ഇപ്പം നാട്ടിലുള്ള എല്ലാവരെയും നമ്മളിപ്പം രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത്യാവശ്യത്തിന് മാത്രം. ചില രോഗികൾക്ക് റേഡിയേഷൻ ചെറിയ റേഡിയേഷൻ പോയാൽ തന്നെ ചില രോഗങ്ങൾ ഉണ്ടായേക്കാം. ക്യാൻസറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗികളുണ്ട്. പക്ഷെ അതൊക്കെ വളരെ വളരെ വിരളമാണ്. പക്ഷേ ആവശ്യത്തിന് ഇപ്പം പ്രഗ്നൻസി ആയിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CT സ്കാൻ പറയില്ല. കാരണം അതിനുള്ളിൽ വേറൊരാളും കൂടി ഉണ്ടല്ലോ. ആ കുഞ്ഞിന് റേഡിയേഷൻ ഏൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഗർഭിണികളിൽ CT സ്കാനോ എക്സ്റേയോ സാധാരണ നമ്മൾ പറയാറില്ല. അപ്പോൾ അന്നേരം നമ്മൾ റേഡിയേഷൻ ഏൽക്കാത്ത MRIയോ അൾട്രാസൗണ്ട് സ്കാനിങ്ങോ ചെയ്തിട്ട് നമ്മൾ രോഗം കണ്ടുപിടിക്കുക. അപ്പോൾ റേഡിയേഷൻ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റേഡിയേഷനും ഉണ്ടാവില്ല. പക്ഷേ കരുതി അത്യാവശ്യത്തിന് എടുക്കാതിരിക്കരുത്. അതാണ്. ഇപ്പോൾ ഒരു ഗർഭിണി വളരെ എമർജൻസി ആയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ CT എടുക്കേണ്ടി വരും. തലയിലുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ CT സ്കാൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ റൂട്ടീനായിട്ട് നമ്മളിപ്പോൾ ഒരു രോഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കിയിട്ട് ആർക്കൊക്കെ റേഡിയേഷൻ ഏൽക്കാതിരിക്കണം എന്ന് ബോധ്യപ്പെട്ടിട്ട് അതൊക്കെ ഈ ഡോക്ടറുടെ നിർദ്ദേശം ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാണ്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഈ ഹെൽത്ത് ചെക്കപ്പുകൾ, ഈ ഹെൽത്ത് ചെക്കപ്പുകളിൽ ഇപ്പം ഇതെല്ലാം ഉണ്ട്. സ്കാനിങ് അടക്കമുണ്ട്. ചെറിയ റേഡിയേഷനിൽ സ്കാനിങ് എടുക്കുന്ന ഇപ്പോൾ മാമോഗ്രാം ചെറിയ റേഡിയേഷനൊക്കെയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ 40 വയസ്സായ സ്ത്രീകൾ എന്തായാലും മാമോഗ്രാം എടുക്കണം. അതാണ് അതിൻ്റെ രീതി. കാരണം ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാം ഇപ്പം നെഞ്ചിൻ്റെ CT സ്കാൻ എടുത്തിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് എല്ലാം ഉണ്ട് ഇപ്പം നിലവിൽ. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എല്ലാ കൊല്ലവും ഇത് തന്നെ പോകുമ്പോൾ നമ്മൾ റേഡിയേഷൻ്റെ ചാൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആവശ്യമുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യണം എന്തായാലും. അതാ ഞാൻ പറഞ്ഞത്, ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാണ്ടും സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് അത് എത്രത്തോളം ആവശ്യകതയുണ്ട്? മെഡിക്കൽ ഇൻഷുറൻസ് ഞാനിപ്പം നമ്മളിപ്പോൾ രോഗീനെ സമീപിക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത നമ്മളൊരു വികസിത രാജ്യമല്ല, വികസ്വര രാജ്യമാണ്. അപ്പോൾ നമ്മളെ കാണിക്കാൻ വരുന്ന രോഗികൾ പലപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട അല്ലെങ്കിൽ രോഗം ചികിത്സിച്ച് ഭേദമാക്കേണ്ട അത്രയും കയ്യിൽ പണമുള്ള ആൾക്കാരല്ല. ഇത് മനസ്സിലാക്കിയിട്ട് അപ്പം നമ്മളൊരു രോഗി വന്ന് ഞാൻ ഇന്ന സ്കാൻ ചെയ്യണം, നിങ്ങൾക്ക് ഇന്ന സർജറി ചെയ്യണം എന്ന് പറയുന്നു. അപ്പം ഞാൻ റോബോട്ടിക് സർജൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ഹെർണിയ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് അവരെത്തി. ഈ മുന്നേ ഓരോ ഓപ്പറേഷൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ഇൻസിഷണൽ ഹെർണിയ നമ്മൾ പറയും. വയറിനുള്ളിൽ 2-3 സ്ഥലത്ത് ഹെർണിയുണ്ട്. ഇവർക്ക് ഞാൻ ഓപ്പൺ സർജറി ചെയ്യാൻ, അതാണ് അതിനകത്ത് ഏറ്റവും പൈസ കുറഞ്ഞത്. നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ പൈസ കുറവായിരിക്കും. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന കീഹോൾ സർജറി ഉണ്ട്, അത് അതിനെക്കാട്ടും കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. റോബോട്ടിക് സർജറി ആകുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂടും. അപ്പോൾ ഈ രോഗിയോട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓപ്പൺ സർജറി ചെയ്തു എന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ടോ? അല്ലാതെ വേറെ വഴിയില്ലല്ലേ. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ റെസ്ട്രിക്ഷനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് വേണം.
അല്ല അത് സർക്കാർ ഇൻഷുറൻസുകൾ വരെ ഉണ്ട്. സർക്കാർ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ ഏത് സർക്കാർ ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് റോബോട്ടിക് സർജറി ഉള്ളത്? ഓ ശരി. അല്ലെങ്കിൽ ഏത് സർക്കാർ ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് വേരിക്കോസ് വെയിന് ബ്ലൂ തെറാപ്പി ചെയ്യാൻ പറ്റുന്നത്? വളരെ കുറവേ ഉള്ളൂ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒരു അഡ്വാൻസ്ഡ് സർജറി ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നമ്മളിവിടെ കണ്ണൂരാണെങ്കിൽ മലബാർ ക്യാൻസർ സെൻറ്ററിൽ നിങ്ങൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ശ്രീധര ഹോസ്പിറ്റലിൽ പോയിട്ട് ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോകേണ്ടി വരും, ഡൽഹിയിൽ എയിംസിൽ പോകേണ്ടി വരും. നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് നിലവിൽ. ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ഇപ്പം കണ്ണൂർ മെഡിക്കൽ കോളേജിനെക്കാളും സൗകര്യം നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷേ എത്ര ആൾക്കാരെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് എല്ലാവരും ഇൻഷുർഡ് ആയിരിക്കും. അവർക്ക് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അത്രയും ജനസംഖ്യ കുറവായതുകൊണ്ട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അത് വളരെ എന്താ പറയണ്ടത്, ചിലപ്പോൾ ഇനി കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ എൻഷുർ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മെഡിസെപ്പ് എല്ലാം വന്നിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണക്കാർക്കും നല്ലൊരു ഇൻഷുറൻസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, നിർബന്ധമായിട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വാക്സിനുകളിലേക്ക് വരാം. ഈ വാക്സിൻ അത് പലപ്പോഴും ചിലരൊക്കെ വാക്സിൻ എടുക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട്. വാക്സിൻ എടുക്കുന്നത് ശരിക്കും എന്തിനാണ്? അതിൻ്റെ ഒരു ആവശ്യകത. താങ്കൾ വാക്സിനെ പറ്റി ചോദിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഇളയ മകനുണ്ട്, അവന് 6 വയസ്സാകാൻ പോവാണ്. അപ്പോൾ അവന് വാക്സിൻ എടുക്കാൻ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അവനെ അമ്മ പറഞ്ഞു കൊടുത്തായിരിക്കും. എന്തായാലും അവനോട് നമ്മൾ ചോദിച്ചു എന്തിനാണ് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞതെന്നറിയാം, വാക്സിൻ എടുത്തില്ലെങ്കിൽ മരിച്ചു. അതായത് മരണം കാരണമാകുന്ന രോഗങ്ങൾ, മാരകമായ രോഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ രോഗചികിത്സ ഇല്ലാത്ത രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ, വരാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുന്നതാണ്, പ്രതിരോധ കുത്തിവയ്പ്പ് ആണ്. അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അതങ്ങ് മനസ്സിലങ്ങ് ഉറക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മോൻ്റെ കാര്യത്തിൽ അവൻ പറഞ്ഞിരിക്കണം, അവനെ അത് കറക്റ്റ് ആ കൺസെപ്റ്റ് അറിയാം. അപ്പോൾ ആൾ പോയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ ഒരു ഭയം ആൾക്കാരിൽ ഉണ്ടാകുന്നില്ല. പേപ്പട്ടി കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പേ ഇളകി ആൾ മരിച്ചു പോവും, റാബീസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ട് മരിക്കും എന്ന് 100% ഉറപ്പായതുകൊണ്ടാണ് നമ്മൾ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ വെക്കുന്നത്. ചെറിയ കുട്ടികളിൽ നമ്മളിപ്പം പോളിയോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പോളിയോ ബാധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മരണത്തിനെക്കാട്ടിയും കഷ്ടപ്പാടായിരിക്കും. പോളിയോ ബാധിച്ച ആൾക്കാർ നടക്കുന്നതാണില്ല, ആ ജീവിതകാലം അനുഭവിച്ച് നടക്കുകയാണ്. അത് മരണത്തെക്കാട്ടിയും വലിയ ശിക്ഷയാണെന്ന് ഞാൻ പറയണത്. ഇങ്ങനെ പല മരുന്നുകൾ വാക്സിൻ എടുത്തവർക്ക് ഈ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? ഇത് നമ്മളെല്ലാ മരുന്നുകളും വാക്സിൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും മരുന്നുകളായി കഴിഞ്ഞ് കഴിഞ്ഞാലും പാർശ്വഫലങ്ങൾ എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഇത് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന, അല്ല ഞാൻ ഈ മരുന്ന് അതായത് ഈ വാക്സിൻ കുത്തിവെച്ചാലും അതെന്താണോ പ്രിവെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ രോഗം വരാൻ സാധ്യതയുണ്ടോ? പൊതുവേ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയാൻ പറ്റും. പക്ഷേ വളരെ റെയറായിട്ട് ചില എക്സാമ്പിൾസ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ പണ്ട് മുതലേ എടുത്തുകൊണ്ടിരിക്കുന്ന വാക്സിൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രോഗം വരില്ല. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പേപ്പട്ടി, ഈ റാബീസൊക്കെ ചില ആൾക്കാരൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഇന്ന് കുട്ടികൾക്ക് വന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ ചില ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ വാക്സിൻ എടുത്തവർക്ക് രോഗം വരിക എന്നുള്ളത് വളരെ വളരെ റെയർ തന്നെയാണ്. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ 100% പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതിനിപ്പോൾ പല കാരണങ്ങളുണ്ടാവും. വാക്സിൻ എടുത്തതിൻ്റെ ആ രീതി ശരിയാവാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ സൂക്ഷിച്ച മെത്തേഡ് ചിലപ്പോൾ ശരിയാവാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു ആൻറ്റിബോഡി നമ്മളെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവരുടെ ശരീരത്തിൻ്റെ ആ പെർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങളോ, അങ്ങനെ ഒരുപാട് നമ്മളല്ലാത്ത അതൊക്കെ വളരെ വിരളായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എൻ്റെ കുട്ടിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല. അതേപോലെ ഈ വൈറ്റമിൻ ഗുളികകൾ സാധാരണ നമ്മളൊക്കെ വൈറ്റമിൻസ് ഒക്കെ ഇങ്ങനെ കഴിക്കുന്ന സ്വഭാവമുണ്ട്, ജനങ്ങൾക്ക് സാധാരണ ഉള്ളതാണ്. ഇത് എത്രത്തോളം ദോഷമാണ്?
വൈറ്റമിൻസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓവർ ദി കൗണ്ടറിൽ മരുന്ന് കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുന്നത്. വൈറ്റമിൻ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എലമെന്റ്സ് പ്രൊഡക്ട്സ് ആ അതൊക്കെ ഇതിൽ വരുന്നല്ലേ? അത് വേണമെങ്കിൽ നമുക്ക് ഫുഡ് പിന്നെ ഫുഡിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഫോർട്ടിഫൈഡ് ഫുഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ രീതിയിലേക്കാണ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറയുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സ് തന്നെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേത് ചിലപ്പോൾ കുറച്ചും കൂടി ഫുഡ് ഗ്രേഡഡ് ആയിരിക്കും, അപ്പോൾ അതിനകത്ത് അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ ടാബ്ലറ്റ്സുകളിൽ ഒരു മരുന്നിൻ്റെ തെറാപ്യൂട്ടിക് ഡോസിലാണ് എനിക്ക് വൈറ്റമിൻസ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഓവർ ഡോസ് ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലുണ്ടാകും. അപ്പോൾ നമ്മളെ ഒരു ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ടാവും, ഇത്ര നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഏത് വൈറ്റമിൻ ആയാലും ശരീരത്തിൽ അധികമായാലും ദോഷമാണ്. വൈറ്റമിൻ ഡി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് വൈറ്റമിൻ ഡി. ഞാൻ എന്നെ പല പേഷ്യൻസും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത പേപ്പറായിട്ട് വരാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേഷ്യൻസിനുണ്ട്. വൈറ്റമിൻ ഡി നമ്മുടെ നാട്ടിൽ ടെസ്റ്റ് ചെയ്ത ഒരു 90% ആൾക്കാർക്കും കുറവായിരിക്കും. വെയിൽ കൊള്ളണം എന്ന് പറയുന്നു, ഏത് സമയത്ത് വെയിൽ കൊള്ളണം, എന്തൊക്കെ അങ്ങനെ പല രീതിയിലുള്ള പിന്നെ അഭിപ്രായങ്ങൾ ഈ വൈറ്റമിൻ ഡിയിൽ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ പ്രിസ്ക്രിപ്ഷനിലും വൈറ്റമിൻ ഡിയും കാൽസ്യം ഉണ്ടാവും, കുറവായിരിക്കും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ നാളെ പറയുന്നു ഞാൻ എല്ലാ ദിവസവും തന്നെ ആഴ്ചക്ക് എല്ലാ ദിവസവും വൈറ്റമിൻ ഡി കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ വൈറ്റമിൻ ഡി ഓവർ ഡോസോ ആഴ്ചയിൽ പിന്നെ ഒരു ദിവസം നമ്മൾ 60 കിലോ അല്ലെങ്കിൽ 60K നമ്മളെ യൂണിറ്റിലാണ് നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കേണ്ടതെന്ന് പറയണത്. ഇത് നമ്മൾ മോണിറ്റർ ചെയ്യാണ്ട് കാലാകാലമായിട്ട് വൈറ്റമിൻ ഡി കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ടോക്സിറ്റി ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡി ടോക്സിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇത് വൈറ്റമിൻ ഡിയുടെ കാര്യം മാത്രം. ഇങ്ങനെ പല മരുന്നുകളും വൈറ്റമിൻ ബി ഉണ്ടാവും, അത് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഓവർ ഡോസേജ് ഉണ്ടാവും. എല്ലാം അധികമായിട്ട് കഴിഞ്ഞാൽ എല്ലാം വിഷം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓവർ ദി കൗണ്ടറിൽ നമ്മൾ ഈ പറയുന്ന സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അതൊരു അളവ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ. അതും ഓവറായാലും ദോഷം തന്നെയാണ്. ഫുഡ് സപ്ലിമെൻറ്റ്സും ഓവറായ ദോഷം തന്നെയാണ്. പക്ഷേ ഫുഡ് സപ്ലിമെൻറ്റിൽ ഒരു ലിമിറ്റേഷൻ, ഒരു അളവ് കുറവുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തെറാപ്യൂട്ടിക് ഡോസ് ഉണ്ടാവില്ല. അതൊരു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രോട്ടീൻ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1.5 ഗ്രാം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 1.5 ഗ്രാം പെർ kg. ഇപ്പോൾ 60 കിലോ ഉള്ള ആൾക്ക്, അതായത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഇല്ല ഡോസേജ് ഉണ്ടാവും. ഡോസേജിൽ വ്യത്യാസം. വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഡോസേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോഴും ഇത് വാങ്ങി കഴിക്കുന്ന ഒരാൾക്ക് ഇത് അറിയണമെന്നില്ല. ഇല്ല അതാണ് ഇതിൻ്റെ പ്രശ്നം. ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും, അതായത് വൈറ്റമിൻസ് ആയിക്കഴിഞ്ഞാലും പ്രോട്ടീൻ ആയിക്കഴിഞ്ഞാലും നമ്മളിപ്പം ഈ ലവണങ്ങളായി കഴിഞ്ഞാലും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതിൻ്റെ അളവ് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സാധനങ്ങളും നമ്മുടെ ശരീരത്തിൽ അധികമായി കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമുണ്ടാവും. ഇനി ഒരു ചോദ്യം കൂടി, ഉറക്കം എത്രത്തോളം ആവശ്യമാണ് ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ? ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഉറക്കം അത്യാവശ്യമാണ്. എത്ര മണിക്കൂർ? ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ 6 മണി മുതൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഉറക്കത്തിനെ കൊണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഹോർമോൺ ബാലൻസ്, അത് നമ്മൾ ഉറക്കത്തിനെ, നമ്മുടെ കോൺഫിഡൻസ് ലെവല്, നമ്മുടെ ഓർമ്മശക്തി, ഇതൊക്കെ ഉറക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. നമ്മളെ ഈ മോഡേൺ ലൈഫിൽ ഉറക്കം കുറവാണ് ആളുകൾക്ക്. ശരിയാണ്. ഈ ഉറക്കം കുറഞ്ഞ ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായിരിക്കും. അപ്പോൾ നമ്മളെ എല്ലാ സ്ഥലത്തും പിന്നെ ഈ ജോലി സ്ഥലങ്ങളിലൊക്കെ വിശ്രമം വളരെ അത്യാവശ്യമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ആ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്വാളിറ്റി നന്നായിരിക്കണമെങ്കിൽ, ആ കോൺഫിഡൻസ് നന്നായിരിക്കണമെങ്കിൽ നമുക്ക് ഉറക്കം എന്തായാലും അത്യാവശ്യമാണ്. അത് രാത്രി ഒരു 10 മണി മുതൽ ഇത്ര മണി വരെ എന്നാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സമയം 8 മണിക്കൂർ ഉറങ്ങിയാൽ മതിയോ? നല്ല ഉറക്കം കിട്ടണം, അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്നത്, ഇപ്പോൾ രാത്രി ജോലിയുള്ള ഒരാൾക്കാണെങ്കിൽ പകൽ ആ സമയത്ത് അവർ ഉപയോഗിച്ചിട്ട് ഉറങ്ങേണ്ടി വരും. അത് അപ്പോൾ നമ്മൾ ഹോർമോൺ, അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള ആ ഒരു ബോഡി അതിന് വേണ്ടി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബോഡിക്ക് വിശ്രമവും അതിനുള്ള സമയവും കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് എഞ്ചിനായി കഴിഞ്ഞാലും അങ്ങനെയാണല്ലോ, എഞ്ചിനതിന് വേണ്ട രീതിയിൽ കൊടുക്കണ്ടേ. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് ഒരു കാരണമാണ് ഈ ഒബിസിറ്റി. ഒബിസിറ്റിക്ക് ഉറക്കമില്ലായ്മ ഒരു വലിയ കാരണമാണ്. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെറ്റബോളിക് ഡിസോർഡറാണ്. അപ്പോൾ മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഉറക്കമില്ലായ്മ തന്നെയാണ്. അപ്പം കൃത്യമായി ഉറങ്ങണം, ഉറപ്പായിട്ടും. ഈ മൊബൈലൊക്കെ അമിതമായിട്ട് നോക്കുന്നതുകൊണ്ടും ദോഷമുണ്ട്. നമ്മൾ ചിലപ്പോൾ 10 മണി മുതൽ 12 മണി വരെയായിരിക്കും നമ്മൾ മൊബൈൽ നോക്കുന്നുണ്ടാവുക. നമ്മൾ ഉറങ്ങേണ്ട സമയമായിരിക്കും നമ്മൾ മൊബൈൽ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഉറക്കം ഒരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ.
എന്തായാലും ഡോക്ടറുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലും തുടരാം. ഇൻ ഡെപ്ത് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.